പള്ളിയടക്കം ഏകദേശം 7ഓളം വീടുകളിലെ കുടിവെള്ളം കുടിക്കാൻ പറ്റാത്തയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഡയാലിസിസ് സെന്റർ നടത്തുന്നവരുടെ അശ്രദ്ധ മൂലം ഒരു നാട് സഹിക്കുന്ന വേദന നിങ്ങൾക്ക് ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ ഇത് പരാതിയുമായി ഞങ്ങൾ അധികാരികളെ സമീപിച്ചപ്പോൾ അധികാരികൾ വന്ന് വെള്ളം പരിശോധിക്കുമ്പോൾ അവർ തന്നെ ഹായ് എവരിവൺ, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഡയാലിസിസ് സെന്ററിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. കാസർഗോഡ് ഒരു ഡയാലിസിസ് സെന്റർ ഉണ്ട് ഗൈസ്. തികച്ചും സൗജന്യമായാണ് രോഗികൾക്ക് ഇവർ ഈ ഡയാലിസിസ് നടത്തി കൊടുക്കുന്നത്. ഈ ഡയാലിസിസ് രോഗികൾ എന്ന് പറയുന്ന ഓരോ മാസവും ഇങ്ങനെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കണം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് നിങ്ങളുടെ ഒക്കെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലർക്ക് അത് മനസ്സിലാവും. എല്ലാ മാസവും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഓൾമോസ്റ്റ് ഏകദേശം 10-25,000 രൂപയെങ്കിലും ആകും. ശരിക്കും പാവപ്പെട്ട ഒരു വീട്ടുകാർക്ക് ഇത് ഭയങ്കര പാടായിരിക്കും. ഈ ഒരു ചിലവ് താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കാസർഗോഡ് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സെന്റർ സ്ഥാപിച്ചതിന്റെ കാരണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കേണ്ട ഒരു സേവനങ്ങളാണ് ഈ ഡയാലിസിസിന് വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നത്. ഇവര് 2018 ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം ഒരു 2 മെഷീൻ വാടകയ്ക്ക് എടുത്തിട്ടായിരുന്നു ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പേഷ്യന്റിനെ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും വേണ്ടി വരും. ഒരു മെഷീനകത്ത് ഏകദേശം ഒരു 4 തവണയൊക്കെ ഡയാലിസിസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് ക്യൂ നിൽക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും പ്രോപ്പർ ആയിട്ട് ഡയാലിസിസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഇവര് 2023 മാർച്ച് ഒക്കെ ആയപ്പോൾ വലിയൊരു സ്ഥാപനം ഉണ്ടാക്കിയത്. അവിടെ ഇപ്പൊ ഏകദേശം 10-14 മെഷീനുകൾ ഉണ്ട്. അത് വീണ്ടും അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. കാര്യം രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. അതുകൊണ്ട് ഈ എല്ലാവർക്കും പ്രോപ്പർ ആയിട്ട് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ഇവർ. ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഉദ്ദേശമാണ്. കാര്യം പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഇവർക്ക് സൗജന്യമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ്. അപ്പൊ ഞാൻ എന്താണ് ഇതിപ്പോ ഇവിടെ പറയാൻ കാര്യം എന്ന് പറഞ്ഞത്, ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടു. അപ്പോ ഞാൻ കണ്ട വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു സെന്ററിലെ പിന്നെ വേസ്റ്റുകള് മലിനമായിട്ട് അവിടെ ആകെ ഇതായിട്ട് നിൽക്കുന്നത് കൊണ്ട്, കാര്യം അവിടെ അടുത്തുള്ള പ്രദേശവാസികളുടെ കിണറിലും അതിലും ഇതിലും ഒക്കെ വരുന്ന വെള്ളം മലിനമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വീഡിയോ ആണ് ഞാൻ കണ്ടത്. അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കും. സുഹൃത്തുക്കളെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ ഡയാലിസിസ് സെന്ററാണ് അഭയം ഡയാലിസിസ് സെന്റർ എരുതുംകടവ് ബാരിക്കാടിൽ സ്ഥാപിതമായിട്ടുള്ളത്. ഏകദേശം 2 വർഷത്തോളമായിട്ട് ഒരുപാട് നിർദ്ധരായ കുടുംബങ്ങളെ, പാവപ്പെട്ട രോഗികളെ ഇവിടെ ചികിത്സിച്ച് വരുന്നുണ്ട്. അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ ഇവിടെ ഡയാലിസിസ് ചെയ്തതിന് ശേഷമുള്ള മാലിന്യങ്ങൾ വേണ്ട വിധത്തിൽ തള്ളാത്തത് മൂലം ഒരു നാട് വളരെ രൂക്ഷമായ ഒരു പ്രതിസന്ധി അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. വേണ്ട വിധത്തിൽ ഈ ഡയാലിസിസ് ചെയ്ത മാലിന്യങ്ങൾ ഭൂമിയിലേക്ക് തള്ളാത്തത് മൂലം, അതായത് വേണ്ട വിധത്തിൽ ഫിൽട്ടർ ചെയ്യാത്തത് മൂലം വളരെ വിചിത്രമായ രീതിയിൽ, വളരെ അശ്രദ്ധപൂർവം എന്നല്ല, മനഃപൂർവ്വം തന്നെ ഭൂമിയിലേക്ക് ഒഴുക്കി വിട്ടത് മൂലം, ഈ ഡയാലിസിസ് ചെയ്ത മാലിന്യങ്ങൾ ഒഴുക്കി വിട്ടത് മൂലം തൊട്ടടുത്ത പള്ളിയിലെ വെള്ളത്തിന് നിറവ്യത്യാസവും രുചിയും വളരെ വേദനിപ്പിക്കുന്ന രീതിയിൽ മാറുകയുണ്ടായി. അത് കഴിഞ്ഞ് ഏകദേശം 1 മാസത്തെ മഴുമ്പോൾ തൊട്ടടുത്ത വീടിലെയും, അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ തൊട്ടടുത്ത വീടും, പിന്നെ കഴിയുമ്പോൾ തൊട്ടടുത്ത വീടും, അങ്ങനെ പള്ളിയടക്കം ഏകദേശം 7ഓളം വീടുകളിലെ കുടിവെള്ളം കുടിക്കാൻ പറ്റാത്തയായി മാറിയിരിക്കുകയാണ്. അത് നമ്മൾ വെള്ളം കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ പറഞ്ഞത് വളരെയധികം വിവിധമായ അപകടം വരുത്തുന്ന, രോഗമുണ്ടാക്കുന്ന മാലിന്യം അതിൽ കലർന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ശുദ്ധീകരിച്ചാലും ഫിൽട്ടർ ചെയ്താലും അത് ശുദ്ധീകരിക്കപ്പെടുകയില്ല. അതൊരിക്കലും കുടിക്കാനോ കുടിക്കാനോ ഒന്നും യോഗ്യമല്ല. അപ്പോൾ ഇത്രയും ഒരു ഭീതിതമായ അവസ്ഥയിൽ നാട് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഡയാലിസിസ് സെന്റർ നടത്തുന്നവരുടെ അശ്രദ്ധ മൂലം ഒരു നാട് സഹിക്കുന്ന വേദന നിങ്ങൾക്ക് ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ഇപ്പോൾ പള്ളിയിലേക്ക് തന്നെ വെള്ളം എടുക്കുന്നത് ഏകദേശം 300 മീറ്ററോളം അകലെയുള്ള ഒരു വീട്ടിൽ നിന്ന് പൈപ്പ് വലിച്ചാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള 6-7ഓളം വീടുകളിലെ വെള്ളവും മലിനമായിരിക്കുകയാണ്, കുടിക്കാൻ യോഗ്യമല്ലാതായി മാറിയിരിക്കുകയാണ്. അവിടുത്തെ ജലസ്രോതസ് പാടെ മാലിന്യമായിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ ആ വീടുകളിലെ അവസ്ഥ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് പരാതിയുമായി ഞങ്ങൾ അധികാരികളെ സമീപിച്ചപ്പോൾ അധികാരികൾ വന്ന് വെള്ളം പരിശോധിക്കും അവർ തന്നെ ഭയപ്പെട്ടു പോയി. അവരപ്പോഴും പറയുന്നത്, ഇതിന്റെ അധികാരികൾ, ഈ അഭയം സെന്ററിന്റെ അധികാരി അപ്പോഴും പറയുന്നത്, ഞങ്ങൾ ശുദ്ധീകരിക്കുന്നുണ്ട്, ഞങ്ങൾ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഭൂമിയിലേക്ക് തള്ളിവിടുന്നില്ല എന്ന്. പക്ഷെ അതിന്റെ മൂടി എടുത്തു നോക്കുമ്പോൾ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. വെള്ളം മാത്രമല്ല, വളരെ മലിനമായ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. ദിവസേന 10,000 മുതൽ 15,000 ലിറ്റർ വരെ മാലിന്യ വെള്ളം ഭൂമിയിലേക്ക് തള്ളിവിടുന്നുണ്ട്. ആ തള്ളിവിട്ടത് മൂലം തൊട്ടടുത്ത പള്ളിയിലെയും വട്ടത്തുള്ള വീടുകളെ വെള്ളം ദിവസേന മാലിന്യമായി കൊണ്ടിരിക്കുകയാണ്. കുടിക്കാൻ യോഗ്യമല്ലാതെയായി മാറിയിരിക്കുകയാണ്. ഇനി 1 മാസം കൂടി കഴിഞ്ഞാൽ
നാട് തന്നെ ഒരു ജലസ്രോതസ്, നാടിന്റെ ജലസ്രോതസ് തന്നെ കുടിക്കാൻ യോഗ്യമല്ലാതെ മാറിയിരിക്കും. അപ്പോൾ ഇതിനു മുമ്പും പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതൊന്നും ഞാൻ ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയും പാവങ്ങളെ ഓർത്ത്, ഒന്നും കഴിയാത്തൊരു പാവങ്ങളെ നിരന്തര രോഗികൾക്ക് ചികിത്സിക്കുന്ന കേന്ദ്രമല്ല എന്നോർത്ത് ഞങ്ങൾ വളരെ ക്ഷമയോടെ ഇതൊക്കെ ഇങ്ങനെ ബോധ്യപ്പെടുത്തുകയും ഉണ്ടായി. അപ്പൊ ഇദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇദ്ദേഹം പ്രോപ്പർ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം, കാരണം പള്ളികളിലും അവിടെ ഇവിടെയൊക്കെ കുടിക്കാൻ പോലും വെള്ളം യോഗ്യമല്ലെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ മാനേജ്മെന്റിനെ ഈ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം അറിയിച്ചതാണ്. അതിനൊരു റെസ്പോൺസും ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ സെന്ററുകാർ പറയുന്നത് ഞങ്ങൾ പ്രോപ്പർ ആയിട്ട് ഫിൽട്ടർ ചെയ്താണ് ഇതൊക്കെ കളയുന്നത് എന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു പുള്ളി ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ എന്താണെന്നൊന്ന് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ അഭയ സെൻറ്റർ എന്ന് പറയുന്ന സെൻറ്റർ. ഇതിൻ്റെ മതിലിൻ്റെ ഇപ്പുറത്തുള്ള ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ആ സൈഡിലായിട്ട് വേസ്റ്റ് വെള്ളവും വേസ്റ്റുകൾ ഇതേ കെട്ടിയിട്ടേക്കുന്നു. വേസ്റ്റുകളൊക്കെ ഭയങ്കരമായിട്ട് കൂന കൂട്ടിയിട്ടേക്കുന്നു. ആകെ അഷറായിട്ടിരിക്കും. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മൊത്തം ആകെ ക്ലീനിങ് അല്ല, ഫുള്ള് ഇവിടെയൊക്കെ ആകെ വൃത്തികേടായിട്ടിരിക്കും. മതിലിൻ്റെ സൈഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കണ്ടോ, അത് ആ സെൻറ്ററിൻ്റെ ഇത് കണ്ടോ, വേസ്റ്റ്, ഫുഡ് കഴിക്കുന്നതിൻ്റെ വേസ്റ്റ് പോലും, ആ പാത്രം പോലും മാറ്റിയിട്ടില്ല. ആകെ വൃത്തികേടായി കിടക്കുവാണ്. കണ്ടോ, ഇതാണ് അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത്. കണ്ടോ, മലിനജലമാണിത്. ആകെ ഭയങ്കര ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, വെള്ളമൊക്കെ ആകെ കെട്ടിക്കിടക്കുന്ന കണ്ടോ. അതിനൊന്നും പോകാനായിട്ടുള്ള ഒരു വഴിയില്ലാത്തത് കൊണ്ടായിരിക്കാം ഇതിങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ കിടക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് കാഴ്ചകൾ. കണ്ടോ, അവർ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഇത്രയും ഒരു വലിയ ഇതിലേക്ക് പോകത്തില്ലായിരുന്നു. കണ്ടില്ലേ, ഇത് ഒട്ടും വൃത്തിയില്ലാത്ത സാഹചര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ കണ്ടില്ലേ, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇതിന്റെ മാനേജ്മെന്റിന്റെ വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. എല്ലാ തരത്തിലുള്ള വേസ്റ്റുകളും അവിടെ കെട്ടിക്കൂട്ടിയിട്ടിരിക്കും. ഫുഡ് കഴിക്കുന്ന പാത്രം വരെ അവിടെ ഇങ്ങനെ അലക്ഷ്യമായിട്ട് ഇട്ടിരിക്കുകയാണ്. ഈ വീഡിയോ ഇപ്പം അവർ കാണുന്നുണ്ടെങ്കിൽ പറയാം, നിങ്ങൾ ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നുണ്ട്, നിങ്ങളെ സെല്യൂട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഒരുപാട് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞിരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കാര്യം ഒരാൾക്ക് ഡയാലിസിസ് ചെയ്യണമെങ്കിൽ എത്രയോ രൂപ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും നല്ല രീതിയിൽ ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ബഹുമാനം തോന്നുന്നു അവരോട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് 1 രൂപ പോലും വാങ്ങിക്കാതെ നിങ്ങൾ ചെയ്യുന്നത്. അതിനൊന്നും ഒരു തരത്തിലും താഴ്ത്തിക്കെട്ടാൻ നമ്മൾ ശ്രമിക്കുന്നേ അല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, അത്രയും നിങ്ങൾ നല്ല കാര്യം ചെയ്യുമ്പോൾ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വേറെ ചുറ്റുമുള്ള ആൾക്കാർക്ക് ഒരു ദോഷം വരാത്ത രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചു പേരെ മാത്രം നല്ല രീതിയിൽ കെയർ ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അത്രേ ഉള്ളൂ പറയാൻ. നമ്മൾ പറയത്തില്ലേ, വെള്ളം കൂടി മുട്ടിച്ചെന്ന് പറയത്തില്ലേ, അതുപോലെ തന്നെയാണ് ഇവരുടെയും ആ ഒരു സാഹചര്യം. അതാണ് കാര്യം. എന്താ വെച്ചാൽ, ഒരു നല്ല രീതിയിൽ കുറച്ച് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇപ്പൊ ഇതൊരു 7 കുടുംബമാണ്, നാളെ അത് 70 കുടുംബങ്ങളാവും. പിന്നെ അത് നാട് മൊത്തമാകും, അത് സ്പ്രെഡ് ആവും. അപ്പോ അണ്ടർഗ്രൗണ്ട് വാട്ടർ എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്ന് നമുക്കറിയില്ല. നിങ്ങളുടെ സ്ഥാപനത്തിന് ഒരു നെഗറ്റീവ് വരാതിരിക്കാൻ ഇത് നിങ്ങൾ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. നിങ്ങൾ ഇത്രയും നന്മകൾ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് വരാതിരിക്കട്ടെ. കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ നിങ്ങൾ കെയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു കാര്യം പരിഗണിക്കണം എന്ന് ഞാൻ പറയുകയാണ്. ഈ പുള്ളി പറയുന്നുണ്ട് സമരത്തിന് പോവുകയാണ്, ഇത് പൂട്ടിക്കാൻ പോവുകയാണെന്നൊക്കെ. അതൊന്ന് കേട്ടു നോക്കാം. സമരപരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതൊരു പൂട്ടാതെ ഞങ്ങൾക്ക് വഴിയില്ല. ഒരു നാടിന്റെ ജലസ്രോതസ് തന്നെ മലിനമാക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ഞങ്ങൾ നാട്ടുകാർ അഭയാർത്ഥികളായി നിൽക്കേണ്ട ഒരു അവസ്ഥ എത്തിച്ചേർന്നിരിക്കുന്ന ഈ സംജാതമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഇൻഷാ അല്ലാഹ് സമരപരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു സ്ഥാപനം പൂട്ടിക്കാൻ വലിയ പാടൊന്നുമില്ല. അതൊന്ന് പൊക്കി ഉയർത്തിയെടുക്കാനുള്ള ഒരു പാട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ആ സ്ഥാപനം പൂട്ടിക്കാതെ തന്നെ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തന്നെയായിരിക്കും ബെറ്റർ. കാര്യം എത്രയോ രോഗികളാണ് അവിടെ കൊണ്ട് ഒരു ആശ്വാസം കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് പൂട്ടിപ്പിക്കാണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതെങ്ങനെയെങ്കിലും സോൾവ് ആക്കാൻ നോക്കുക. നമുക്ക് ഒരു എക്സാമ്പിൾ ആക്കാൻ പറ്റിയ ഒരു സ്ഥാപനമാണത്. കാര്യം ഇത് കണ്ടിട്ട് ഇനിയും ഒരുപാട് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഒരുപാട് സ്ഥാപനങ്ങൾ വരട്ടെ. അതുകൊണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പരിപാടി അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് പൂട്ടിക്കുന്നതിനോടൊന്നും എനിക്ക് ഒരു തരത്തിലും യോജിക്കാൻ പറ്റുന്നില്ല. ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയും ചെയ്യരുത്.
അഭയം ഡയാലിസിസ് ഭയം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു സമരം പോലൊക്കെ ഒരു പരിപാടി അവര് ചെയ്തിട്ടുണ്ട്, നാടിന് ആപത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ, ഇത് ജെനുവിൻ ആയിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നതെങ്കിൽ ഈ കാര്യം എന്തായാലും ഒന്ന് പരിഹരിക്കുക. നല്ല രീതിയിൽ ഒന്ന് നിങ്ങൾ ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. കാര്യം നിങ്ങൾ ഈ ഒരു സ്ഥാപനം ഇത്രയും നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധയിൽപ്പെടുത്തി നിങ്ങളുടെ ആ ഒരു സ്ഥാപനത്തിന് ഒരു കുറവും വരാതെ നല്ല രീതിയിൽ ഇനിയും മുന്നോട്ട് പോകട്ടെ. അപ്പൊ എന്തായാലും ഇതൊന്ന് പരിഹരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അത് ആൾക്കാരെ, അത് വേണ്ടപ്പെട്ടവരെ അറിയിച്ച് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക. അപ്പൊ എന്തായാലും എനിക്ക് ഇത്രേ പറയാനുള്ള. എന്തായാലും ആ സ്ഥാപനം പൂട്ടരുതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാര്യം ഒരുപാട് രോഗികൾക്ക് ആശ്വാസമാകുന്ന ഒരു സ്ഥാപനമാണത്. അപ്പം എന്തായാലും ഇതെല്ലാം ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ നല്ലൊരു വീഡിയോ ആയിട്ട്, ഈ വീഡിയോ ചെയ്ത ആള് നല്ല രീതിയിൽ എല്ലാം ഓക്കെ ആയി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.